കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പലയിടങ്ങളിലും പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ഗതാഗതം സാധ്യമല്ലാതായതോടെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടെന്ന വിവരവും വരുന്നു. വയനാട്ടിൽ ഒറ്റപ്പെട്ട മേഖലകളിലും ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. കശ്മീർ ദ്വീപിൽ വെള്ളം കയറിയിട്ടുണ്ട്. ബാണാസുര ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചേക്കുമെന്ന വിവരവും വരുന്നുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഒപ്പം കോഴിക്കോട് നിന്ന് സാനിയോ മനോമിയും വയനാട്ടിൽ നിന്ന് ദീപക് മോഹനും ചേരുകയാണ് ഏറ്റവും പുതിയ മഴ അപ്ഡേറ്റുകളുമായി. റിനുവിലേക്ക് ആദ്യം. റിനു, 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ ശക്തമാവുക, അല്ലേ? തീർച്ചയായും വിനീത, വടക്കൻ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. 1 മണിക്ക് നൽകിയ ബുള്ളറ്റിൻ പ്രകാരം 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മലപ്പുറം, കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 9 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. ഒപ്പം നാളെ ഏകദേശം 10 ജില്ലകളോളം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ നാളെ ഓറഞ്ച് അലർട്ട് ഇല്ല എന്നുള്ളതാണ്. തീരദേശ പ്രദേശത്തുള്ളവരും മലയോര പ്രദേശത്ത്, പ്രത്യേകിച്ച് മലയോര പ്രദേശത്തുള്ളവരും അതീവ ജാഗ്രത പുലരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പായി നൽകുന്നത്. തീരദേശ മേഖലയിലുള്ളവർ വരും ദിവസങ്ങളിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട്. ഒപ്പം മലയോര മേഖലകളിലുള്ളവർക്കാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഉള്ളത്. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം. മലയോര മേഖലകളിൽ കൂടിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം. ഒപ്പം പാലങ്ങളിൽ കയറുന്ന ഒരു സാഹചര്യം, മഴ അതിശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം യാത്രകൾ പൂർണ്ണമായും വേണ്ട എന്ന് വെക്കണം എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. വിനീത.